ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ ജന സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കമ്പനി ലൈനർ തന്നെ കിടക്കണം, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയർ തീർന്നിട്ടുണ്ട്, ഫുള്ള് തീർന്നിട്ടുണ്ട്. മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടയർ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യും. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ ആവറേജ് അതിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 10,000 കിലോമീറ്ററൊക്കെയാണ് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. കാരണം പ്ലഗും അത്യാവശ്യം അതിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്, മാക്സിമം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഷോട്ടിങ് കാണിക്കണമെന്നില്ല, പക്ഷേ നമുക്കതിങ്ങനെ ഓടിക്കാതിരിക്കണം നല്ലത്. കാരണം ഞാൻ ഇതിൻ്റെ ഫയറിങ് കൃത്യമായിട്ട് നടക്കാണ്ട് വരുമ്പോൾ എഞ്ചിൻ കിട്ടിലേക്ക് കരി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാറ്റണമാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. എന്തായാലും അടുത്ത സർവീസിൽ എന്തായാലും മാറണം. ഇതിപ്പോൾ ഏറെക്കുറെ അതിൻ്റെ 95% ഉപയോഗം കഴിഞ്ഞാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വേരിയേറ്റർ ബോഡിയൊക്കെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ റോളർ നല്ല രീതിയിൽ തേമാനം, ഡീപ്പായിട്ടുള്ളൊരു തേമാനം കാണുന്നുണ്ട്. ഇത് ശരിക്കും ഈ റോളർ മാത്രം മാറ്റിയിടണം നല്ലത്. കാരണം ഈ കറുത്ത കട്ടകളുണ്ടല്ലോ അത് മാറ്റിയിടണം നല്ലത്. കാരണം ഇതിൻ്റെ ഈ സ്ലീവ് കൊടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഒട്ടുമിക്കതിൻ്റെയും അതേപോലെ തന്നെ കട്ടിങ് വന്നിട്ടുണ്ട്. അതേപോലെ ഒന്നും പറയാം. അപ്പോൾ ആ സ്ലീവാണ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നത് മെറ്റൽ വെയിറ്റാണ് വരാം. അപ്പോൾ അത് അടിച്ചാൽ വീലുകൾ ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈകളത് മാറ്റിയിടുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വന്ന ആ പിന്നുകളൊക്കെ ഒന്ന് അഴിച്ചുകൊണ്ട് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ തേമാനം നിലവിലുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. ഏകദേശം ഒരു 100 താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റുള്ളൂ. 69 അങ്ങനത്തെ നമുക്ക് റേറ്റ് വരാം. 3 പിന്നും റോളറും കൂടി. അപ്പോൾ അത് മാറ്റി പോകണമാണ് നല്ലത്. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നല്ല വേറെ പ്രോബ്ലമൊന്നുമില്ല. കിക്കറിൻ്റെ ആയാലും കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്ര ഗുണകരമല്ല. കാരണം ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഡീപ്പായ രീതിയിലുള്ള പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആവറേജ് അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയിടാനല്ല. കാരണം ഈ സൈഡൊക്കെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കട്ടയാണ് പൊളിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയത്തൊക്കെ അങ്ങോട്ട് ബെന്ത് തെറിച്ചു പോകും, റബ്ബർ ബെൽറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റിയിടണം നല്ലത്. കാരണം ഞാൻ എന്തായാലും അടുത്ത സർവീസ് വരെ ഓടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ മാക്സിമം ലൈഫിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ക്ലച്ച് ഭാഗത്തായാലും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴും അവിടെ ചെറിയൊരു ലീക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരംഭമാണ്. കൈയോടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല. ഐസൊലേറ്റർ കേബിളും വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സസ്പെൻഷൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞാൽ ലിങ്ക് ടൈപ്പാണ്. അതിൻ്റെ ബുഷുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് വന്നൊരു പാർട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ബുഷുകൾ അതിൻ്റെ ഉള്ളിൽ വരാം. അപ്പോൾ അതിൻ്റെ റോഡ് നല്ല രീതിയിലുള്ള ഗട്ടറൊക്കെ ഉള്ള വഴിക്കാണ് ഓടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റിലേക്ക് വരാറുണ്ട്. ഇതിപ്പോൾ ആവറേജ് അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കോളർ മാറ്റി നിൽക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞ് അതിൽ കൂടുതൽ പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ബുഷും ഓവലായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ഫ്രണ്ട് ലൈനറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഇരിക്കുന്ന ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ 12.86 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു, പ്ലഗ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കൂടി ചേഞ്ച് ചെയ്തിടാം, അത്യാവശ്യം ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, പിന്നെ ഫ്രണ്ടിലെ ആ പുഷ് സെറ്റുകളൊന്ന് ചേഞ്ച് ചെയ്തിടാം. ബാക്ക് ടയർ മാറ്റാം, ബെൽറ്റിൻ്റെ ഭാഗം, അതേപോലെ ഇതിനകത്ത് വരുമ്പോൾ ആ റോളർ സെറ്റും കൂടി മാറ്റി സെറ്റ് ചെയ്യണമെന്ന് നല്ലത്. അപ്പോൾ അത്രയും ഭാഗം ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് കഴുകണ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ എസ്റ്റിമേറ്റിൽ തന്നെ ഉൾപ്പെടുത്താം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.